എനിക്ക് ചേട്ടാ ഒരു പച്ച ഗുളിക എടുത്തു തരുമോ? അത് പച്ച ഗുളിക അല്ല ചേട്ടാ, മഞ്ഞ. തപ്പ്, അതിൻ്റെ തപ്പ്. അല്ല ചേട്ടാ, ചുമന്ന ഗുളിക വേണം. ചേട്ടാ ചുമന്ന ഗുളിക കണ്ടറിയില്ലേ? അപ്പൊ നമ്മളെല്ലാരും റെഡിയായി, രാവിലെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ തെലങ്കാനയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിനി ഹിമാചൽ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാമിക്കുട്ടിയാണ് രാവിലെ കിടന്നുറങ്ങി. അതെ, രാവിലെ അല്ല, പിന്നല്ലാണ്ട് രാവിലെ അല്ലേ ഇത്? ഉച്ചയാവാറായി, 11:45. 11:45. എന്നാലും രാവിലെ അല്ലേ, 12 മണി കഴിഞ്ഞിട്ട് ഉച്ച. കൊച്ചു നേരത്തെ എണീറ്റാ. ഞങ്ങൾ ഇന്നലെ 3-3:30 ആയി. ഞങ്ങള് രാത്രി കിടന്നപ്പോ വണ്ടിയൊക്കെ ഒതുക്കി. അതുകൊണ്ട് നമ്മൾ എണീറ്റപ്പോ താമസിച്ചു. ഞങ്ങളൊരു 10 മണിയൊക്കെ എണീറ്റപ്പം. അപ്പൊ രാവിലെ അമ്മയും അച്ഛൻ കൂടെ 9:30 എണീറ്റപ്പോ. 9:30 എണീറ്റ് റെഡിയായി. 11 മണിയപ്പോ നമ്മള് പോന്നു. അമ്മ എന്നെ ഞങ്ങക്ക് പുട്ടുണ്ടാക്കി തന്നില്ല. വൈ മമ്മി? രാവിലെ പുട്ടിന് പകരം പയറ് പുഴുങ്ങി തന്നില്ലേ? അതെ, നമുക്ക് നാളെ ഉണ്ടാക്കാലോ. നല്ല സൂപ്പർ പയർ പുഴുങ്ങിയതായിരുന്നു. നല്ല പയർ പുഴുങ്ങിയതും. അതെ. അതിനകത്ത് തേങ്ങയുടെ കാര്യം മറന്നുപോയോ? പ്രത്യേകിച്ച് ഈ പയർ പുഴുങ്ങിയതിനൊന്നും പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ല. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നോണ്ടായിരിക്കും. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് വികാരം തോന്നണം. എന്തായിരിക്കും വികാരം തോന്നുന്ന സാധനം? ഞാൻ എന്തുണ്ടാക്കി തരണേ? രാവിലെ നല്ല ചിക്കൻ സ്റ്റൂവും അങ്ങനെയുള്ള സംഭവങ്ങൾ തരണം. ഇല്ലെങ്കിൽ എന്താ പറയാ, അപ്പവും ഫിഷ് മോളി ആവാം. സൂപ്പർ അല്ലേ? അതെ, ഇത് വണ്ടിയല്ല, നമ്മളല്ലാതെ വീട്ടിലല്ല. അമ്മ ഇതൊക്കെ ഒരു എങ്ങനെയും അമ്മ പ്ലാൻ ചെയ്ത് ശരിയാക്കി തരണം. എനിക്ക് കുറച്ച് സമയവും കൂടെ തരുവാണെങ്കിൽ ഞാൻ ഇതൊക്കെ ശരിയാക്കി തരാം. ഇന്നലെ 10-10:30 ആയപ്പോ കയറി കിടത്തി. 11 മണി 12 മണിയും കഴിഞ്ഞാ കിടന്നത്. അതെന്താറിയോ, അമ്മ കിടന്ന് അമ്മ ഉറങ്ങിയില്ല, അതറിയത്തില്ല ചേച്ചിക്ക്. അമ്മ ഇടയ്ക്കിടയ്ക്ക് എണീക്കും. ഞാൻ ഇന്നലെ 3 മണിയാകുമ്പോ ചെല്ലുമ്പോഴും അമ്മ അവിടെ എണീറ്റിരിക്കാൻ ഞാൻ നോക്കുമ്പോ അമ്മ ഞങ്ങളെ ഉറക്കിയിട്ട് ഉറങ്ങുള്ളൂ. വെളുപ്പിനൊക്കെ നല്ല തണുപ്പായിരുന്നു. എനിക്കടെ രാത്രി 3-3:30 ആയപ്പോഴത്തേക്ക് തണുക്കാൻ തുടങ്ങി. അതോ പിന്നെ ഞങ്ങള് വണ്ടി ഒതുക്കി. പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടാ. പകലായിരുന്നു. ഇവിടെയൊക്കെ പാലെല്ലാം ചൂടല്ലേ, രാത്രി മാത്രമേ തണുപ്പുണ്ടാവുള്ളൂ. പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ രാത്രിയും പകലും എല്ലാം തണുപ്പായിരിക്കും. അത് വേണ്ട. ചേച്ചി ഇന്നലെ എന്നോട് പറഞ്ഞത് ഇവിടെ ഇത്ര തണുപ്പ്. എന്താന്നറിയോ, എനിക്ക് ജലദോഷം ആയതുകൊണ്ടുണ്ടല്ലോ തൊണ്ടയൊക്കെ അടഞ്ഞു, മൂക്കൊക്കെ വേന എടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വയ്യ, എനിക്ക് മഞ്ഞത്തൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു തീരുമാനമാവും. പക്ഷെ ഞാൻ നല്ല സുഖമായിട്ട് മരുന്നൊക്കെ കഴിച്ചിരിപ്പുണ്ട്. എന്തായാലും പറയും. എണീറ്റ് വേണ്ട വേണ്ട. അതെ, രാവിലെ ചെറിയൊരു വഴക്കും ബഹളമൊക്കെ അല്ലേ ചേച്ചേ? അതെ. അയ്യോ, നമ്മളിപ്പം തെലങ്കാനയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം തെലങ്കാന, ആന്ധ്ര ഈ 2 സ്റ്റേറ്റ് നമ്മൾ ഇതുവരെ എവിടെയും പോയിട്ടില്ല. വേറെ നമ്മളെപ്പോഴും ഈ ഹൈവേ കൂടെ വന്ന് അങ്ങനെ പോകുന്നതല്ലാണ്ട് ടൂറിസ്റ്റ് ഏരിയകളിലൊന്നും പോയിട്ടില്ല. ബാക്കിയുള്ള സ്റ്റേറ്റ് ഒക്കെ പിന്നെയും പോയിട്ടുണ്ട്. ഇവിടെ മാത്രം എവിടെയും പോയിട്ടില്ല. എപ്പോ വന്നാലും ഹൈവേ കൂടെ. പിന്നെ ഒന്നും കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒബ്വിയസ്ലി നമ്മൾ പോകുമ്പോ എല്ലാം ഇപ്പൊ വില്ലേജ് ഏരിയസിൽ കൂടെ എല്ലാം പോകുന്നുണ്ട്. അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ എവിടെയും പോയിട്ടില്ല. സിറ്റി അങ്ങനെ ഒന്നും അധികം കയറി കണ്ടിട്ടില്ല. ഇല്ല. ഹൈദരാബാദ് ടൗണിലും നമ്മൾ പോയില്ല. ഇന്നലെ പോകാനൊക്കെ പ്ലാൻഡാ, പക്ഷെ അത് കൊള്ളായി, അത് നടന്നില്ല. കാരണം ടൗണിൽ കൂടെ പോയാലും റിംഗ് റോഡിൽ കൂടെ പോയാലും വലിയ വ്യത്യാസമില്ല. നമ്മള് രാത്രി ആയിപ്പോയി. അപ്പൊ പിന്നെ വെറുതെ ടൗണിൽ കൂടെ പോകാണ്ട് റിംഗ് റോഡിൽ കൂടെ തന്നെ അങ്ങനെ വന്നങ്ങ് പോകുന്നു. ഇത്തിരി മുമ്പ് നമ്മള് പുട്ട് കുടം കണ്ടു. ഇതാണ് പുട്ടുകുറ്റി, വലിയൊരു പുട്ടുകുറ്റി. യെസ്. അത് പുട്ടുകുറ്റിയും പുട്ടുകുടമൊന്നും അല്ല, നമ്മളത് ചുമ്മാര് തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. അതെ, വേറെന്തോ സാധനമാണ്. എന്തോ മെഷീനറി ആയിരിക്കണം, എന്തേലും ആയിരിക്കും. ഹായ് അച്ചുമ്മ. ഹായ് പറയാ. ഇന്ന് ഇൻട്രോ അച്ഛമ്മ അറിയവേ, പറഞ്ഞോ. പുത്തേട്ട് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛമ്മ, തെലങ്കാനയൊക്കെ ഇഷ്ടപ്പെട്ടോ? സ്ഥലങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ? സ്ഥലങ്ങളെല്ലാം കാണാൻ നല്ല രസം. വലിയ വെയിലും ഇല്ല, ചൂടും ഇല്ല, സുഖമായി പോന്നു. ഹിമാചലിനെ പറ്റി കണ്ടിട്ടുണ്ടോ? ഹിമാചൽ കണ്ടിട്ടില്ല.
വീഡിയോ കണ്ടിട്ടില്ലേ? ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുവേ. പക്ഷെ അവിടുത്തെ തണുപ്പ് എങ്ങനെയുണ്ടെന്നാ ഇപ്പൊ ആലോചിക്കുന്നത്. തണുപ്പ് കുറവായിരിക്കണേന്ന് വിചാരിച്ചായിരിക്കുന്നേ. ആ കോട്ടിട്ടാ മതി കേട്ടോ അച്ഛമ്മേ. ആ കോട്ടറിനിട്ടാ മതി അല്ലേ. ഇവിടെ ഇരിക്കും ഒരാളായിട്ട്. തണുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പറയുക കോട്ടിട്ടാ മതിയെന്ന് നമ്മള് സംസാരിക്കാം. മതി. ആ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ലേ, കോട്ടൊക്കെ ഇട്ട് മതി. നമ്മള് സംസാരിക്കുന്നത് അങ്ങാര് ശ്രദ്ധിച്ചിരിക്കുവാണേ. അച്ഛമ്മേ ആ നമ്മളെങ്ങോട്ടാ പോന്നേ? രാജസ്ഥാന്, ഹിമാചൽ. ആ ആ ഇതുപോലൊരു യാത്ര ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നല്ലേ. ഇത്രയോ? ആ അതിന് ചെറിയ പ്രായമല്ലേ? ചെറിയ പ്രായോ? ആ ആ പ്രായം ചെറുതാന്ന് വിചാരിച്ചാ മതി അല്ലേ. അത്രേ ഉള്ളൂ. വിചാരിച്ചാൽ മതി. ഒക്കെ നമ്മുടെ മൈൻഡാണ്. ആ എല്ലാം മനസ്സാണ്. ആ റോഡ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കിടക്കുക. അതെ എന്തൊരു ഭംഗിയാ റോഡ് കാണാൻ. നല്ല അതാ ആ പണ്ട് ഞാൻ ഇതിലെ ആന്ധ്രയിൽ കൂടിയൊക്കെ വന്നാണേ വണ്ടിയല്ലേ. അന്നേരം ഞാൻ അവിടുത്തെ ഇതിലൊക്കെ വണ്ടി ഓടിക്കാൻ എന്ത് രസമാ. വണ്ടി അങ്ങ് ഓടിക്കാൻ തോന്നുവല്ല നമ്മളെ കൊണ്ട് പറ്റുമോ ഓടിക്കാൻ? ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോ. ആ ഞാൻ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ മോനോട് ഒരു ആഗ്രഹം പറഞ്ഞാ പോരെ, മക്കള് രണ്ടും പഠിപ്പിക്കുകയല്ലേ. അല്ല ഇപ്പൊ മോനോട് പറയണോ? ഇപ്പൊ ഈ കൊച്ചുമോളോട് പറഞ്ഞാ പോരെ. ഞാൻ വീട്ടിലിരിക്കുമ്പോ ആലോചിക്കുന്നതാണേ നമ്മുടെ ആ ഗ്രൗണ്ടിലോട്ടേ ഈ മോളെ വിളിച്ചാ കാറും എടുത്തങ്ങ് പോയാ എന്നാന്ന്. പോകാൻ പാടില്ല പറയണ്ടേ അല്ലേ. പറഞ്ഞല്ലേ നമ്മളറിയത്തുള്ളൂ ഇങ്ങനത്തെ. അല്ലേ ഇന്നാളൊന്നും ഒരു ആഗ്രഹം പറഞ്ഞ് ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഒന്ന് കയറിയിരുന്ന് നോക്കി. അതെ പ്രായം കഴിഞ്ഞു പോയെന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നും. ഡ്രൈവിംഗ് പഠിക്കുന്ന പ്രായം കഴിഞ്ഞെന്ന് തോന്നും. പക്ഷെ എല്ലാം എന്നോട് പറഞ്ഞ പ്രായമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല, എല്ലാം നമ്മുടെ മനസ്സാണ്. പഠിക്കണമെന്ന് തോന്നിയാ അങ്ങ് പഠിക്കുമെന്ന് പറഞ്ഞു. അതത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കണ്ണ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നോണ്ട് ഇനി എങ്ങനെ ലൈസൻസ് തരുമെന്നുള്ളത് അതാ ഒരു സംശയം അല്ലേ. അതെ അച്ഛമ്മക്ക് ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിലേ വീട്ടിൽ എത്ര പേരുണ്ട്, മക്കളുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, എല്ലാവരോടും ചോദിച്ചാൽ മതി. ആരെങ്കിലും പഠിപ്പിച്ചു തരും അല്ലേ. അത് ശരിയാ. ചേച്ചേ ജയ്പൂര് പോകുമ്പോഴേ ഞാനൊരു സാധനം ചെയ്യണം എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഗസ് ചെയ്യേ. വളയാണോ? ആ ഞാനും ആലോചിച്ചു. അച്ഛമ്മ അവിടെ ഉണ്ടല്ലോ വള ഇങ്ങനെ ഇവർ ഉണ്ടാക്കി തരും. ഞാൻ കുറെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. എപ്പോഴും കാണും വലയ്ക്കും. ജയ്പൂര് പോകുമ്പോ വള ഉണ്ടാക്കണം. ആ ജയ്പൂര് രാജസ്ഥാനില്. ഞാനത് കൊറേ ആയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചേക്കുന്നത്. എനിക്ക് എപ്പോഴും അതുവഴി പോകുമ്പോ ഞാൻ എപ്പോഴും കയറും ദൈവമേ ജയ്പൂർ സിറ്റി കൂടെ കാരണമെന്ന്. 4 5 ഒന്നുമല്ല, ഇത് വലിയ വളയാ. നല്ല രസമാണ് ചെയ്യാനായിട്ട്, അത് കാണാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അവർ ചെയ്തു തരും. അപ്പം വൈകുന്നേരമായി എല്ലാവരും ഇവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ഞങ്ങൾ ചെറിയൊരു വോക്കിന് പോവാം. ഇവിടെ അടുത്തൊരു ഗ്രാമം ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പൊ അവിടെ നിന്ന് പോയി നോക്കാം അല്ലേ. അമ്മ അതെ അവിടെ കാപ്പി വെക്കണു. സൂര്യനൊക്കെ നേരത്തെ അസ്തമിച്ചെന്ന്. അതെ സമയം എത്ര മണിയായി? സമയം 5:30 ആറായതേ ഉള്ളൂ. പെട്ടെന്ന് അസ്തമിച്ചു. ദേ കാളവണ്ടി. ദാമയ്ക്ക് പേടിയാ കാളവണ്ടി. അതൊന്നും ചെയ്യില്ല ദാമി, കണ്ടോ. എല്ലാരും പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവാ. അതെ ചേച്ചി എന്തോ പറഞ്ഞു. അതെ പക്ഷെ എന്താ മനസ്സിലായില്ല. മറാത്തിലാന്ന് തോന്നുന്നു. ഇവിടെ കോട്ടൺ ഇപ്പൊ ഉണ്ട്. കോട്ടൺ ഉണ്ടാ മഞ്ഞപ്പൂ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താന്ന്. ഹൈറ്റ് ഉള്ള ചെടിയാ. ദാമി ഇവിടെ മൊത്തം ചാണകമായതുകൊണ്ട് ചാടിയാ നടക്കും. പക്ഷെ ചാണകമല്ല, ഉണങ്ങിയ ചാണക. കുഴപ്പമൊന്നുമില്ല. അച്ഛമ്മ ഒരു സൈഡിലോട്ട് വന്നോ കേട്ടോ, നടുക്ക് നിൽക്കണ്ട. അയ്യോ ഞാൻ ആദ്യമായിട്ട് ആട്ടുകൂട്ടത്തിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. ഞാനും അയ്യോ. എല്ലാരും വയറൊക്കെ നിറച്ച് വീട്ടിൽ പോവാ. തനിക്ക് ആടിനെ ഇതിനെല്ലാം പിടിക്കുകയും വേണം. തൊടാൻ പറ്റില്ല. പോയി ഹിമാചലിൽ ചെല്ലുമ്പോ ഭയങ്കര തണുപ്പായിരിക്കും. സ്വെറ്റർ ഇട്ട് നടന്നാ മതി. അതെ സ്വെറ്റർ ഇട്ട് നടന്നാൽ മതി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇല്ല
ചൂട് കിടങ്ങാ. ഇത് നമ്മളുണ്ടല്ലോ, നമ്മുടെ അവിടെ ഇത്ര തണുപ്പില്ലാത്തോണ്ട് തോന്നുന്ന. ഇത് വലിയ തണുപ്പല്ല അച്ഛമ്മേ, കുറച്ച് തണുപ്പേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കെന്നാ തിരിച്ചു പോയേക്കാം. അതെ, പശു ആടും എല്ലാം വീട്ടിൽ പോയി. ഇനി നമുക്കും വണ്ടിയൊക്കെ സൺസെറ്റും കഴിഞ്ഞു. അതെ, ഇനി നമുക്ക് പോയി കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച്. വരാനും പറ്റിയില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം ചാടി പോന്നതാ. കഴിഞ്ഞ പ്രാവശ്യം അയ്യോ ഒരു സംഭവം കണ്ടോ, അതെ ആടൊന്നും അല്ല, ഒരു കൂട്ടം പശു വരുന്നുണ്ട്. അയ്യോ ദേ ചിലതൊക്കെ നേരെ വേത്തോട്ടാ വരുന്നത്. ഭയങ്കര പൊടിയാ. മുഖം പറ്റിപ്പിടി, മാസ്കം പറ്റില്ലേ കൊച്ചെ? തൊടണോ ദാമി? തൊടണ്ട. അങ്ങനെ അതും കഴിഞ്ഞു. അത് എല്ലാരെയും കൂട്ടിക്കയറ്റി നമ്മള് പോയകനി. പ്രായമുള്ള ഒരു മനുഷ്യനാ അതിനെയൊക്കെ നോക്കുന്നത്. അവിടെ കുറെ അങ്ങോട്ട് അകത്തോട്ട് നടന്നത് നല്ലൊരു വില്ലേജ് ഏരിയ. നമുക്കിപ്പോൾ എന്തായാലും വീട്ടിലല്ല വണ്ടിയുടെ അടുത്തോട്ട് പോവാം. അതൊരു വീടാണ്. അപ്പം നമുക്ക് പോവാം. ഞാൻ കയറി ചവിട്ടിയിട്ടില്ല. എല്ലാരും ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്ന്. ദാമിക്കാണ് ഏറ്റവും പാട്. അപ്പൊ ഇന്നും മെയിൻ ഡ്രൈവർക്ക് നൈറ്റ് ഡ്യൂട്ടി. മാതാശ്രീ കിടക്കാൻ പോയി. ദാമിക്കുട്ടിയും കിടന്നുറങ്ങി. അതെ, ദാമിക്കുട്ടിയും കിടന്നുറങ്ങി. ഗ്രാൻഡ് മദർ ശ്രീ ഇവിടെ ഇരിപ്പുണ്ട്. പുതിയ കിളിയായിട്ട് അച്ഛമ്മയുണ്ട് കൂടെ. അതെ, അച്ഛമ്മേ 12 മണി ആകാറായി, പോയി കിടന്ന് ഉറക്കം കളക്കണ്ട. 12 ആകാറായി അല്ലേ? എന്നാ കിടന്നേക്കാം. ഞാൻ എവിടെയെങ്കിലും വണ്ടി ഒതുക്കി തരാം. അപ്പം അച്ഛമ്മയ്ക്ക് വണ്ടി ഓടുമ്പം നടത്താം കുറച്ച് ടഫാ. ചന്ദ്രകളപം ചാത്തിയുറങ്ങും തീരം, ഈ ഇന്ദ്രധനുസിന്ദൂകൾ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ എനിക്കൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ബാക്കിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. ബാക്കി എനിക്കും അവിടുന്ന് ഇവിടുന്നൊക്കെ അറിയില്ല. ഞാൻ അങ്ങനെ പകുതി മുറിയൊക്കെ അറിയത്തുള്ളൂ. ഡെയിലി അപ്പൊ ഈ വൈകുന്നേരം ഈ പഴയ പാട്ട് കേൾക്കാൻ പോയിട്ട് ഈ പാട്ട് കാണാതെ പഠിച്ചില്ലേ? അത് ഇത്ര പഠിച്ചുള്ളൂ. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പം കുറച്ചേരം ഈ പഴയ പാട്ടുകളൊക്കെ വെച്ചിരിക്കും. അത് ഈയിടെയൊക്കെ 3-4 പ്രാവശ്യം ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് ടീ വെച്ച് കേൾക്കുന്നതാ. അതാ അപ്പൊ ഇത്രയും പാടാൻ പഠിച്ചേ. അതെ, അച്ഛമ്മയും കിടക്കാൻ പോയി. ഇനിയിപ്പൊ നമ്മള് രണ്ടും ഉള്ളൂ. കുറച്ച് ഓടിച്ചിട്ട് ഒതുക്കിക്കോളാൻ അച്ഛ പറഞ്ഞിട്ടുണ്ട്. അച്ഛ ഇടയ്ക്കൊന്ന് ഉണർന്നു. എവിടെയെങ്കിലും പമ്പില് 2-3 പോകുമ്പോ നോക്കിയിടത്തൊന്നും അധികം ഇടയില്ലായിരുന്നു. ഇല്ലെന്നേ, വണ്ടി ഉണ്ട് ഇഷ്ടം പോലെ. ഈ സൈഡില് ട്രക്ക് ലേബയും കുറവാ, ഇതും കുറവാ, എന്നാ പമ്പും കുറവാ. ഇല്ല പിന്നെ ടോളിന്റെ ഒക്കെ അവിടെ നല്ല സ്പേസ് ഉണ്ട്. എവിടെയും ടോളിൽ എവിടെയോ പമ്പിലോ നല്ല നിർത്താം. ഒരു ടോള് കഴിഞ്ഞു, ഇനി അടുത്ത ഒരു ടോളുണ്ടോ എന്നൊക്കെ. ഇവിടെ സ്പേസ് ഉണ്ടല്ലോ. ഇവിടെ സ്പേസ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഇന്നാള് കൊണ്ടുവന്ന് നിർത്തിയതാ. വാഷ്റൂം എടുത്തേ നല്ലായിരുന്നു. എന്നാ പിന്നെ ഇവിടെ നിർത്താം. ഇവിടെ കിടന്നാലോ എന്ന് നോക്കട്ടെ, ഈ വണ്ടിയൊക്കെ പോകുന്നതാണോ. എന്നാ പിന്നെ നമുക്ക് ഇവിടെ നിർത്തി കിടന്നുറങ്ങിയേക്കാം. ടോളിൻ്റെ ഇവിടെ കിടന്നുറങ്ങാം. ടോള് കഴിഞ്ഞാൽ നിർത്തിയേക്കുന്നത്. അപ്പം ടോളിൻ്റെ മുന്നേ നിർത്തില്ല, ടോള് കഴിഞ്ഞ് നിർത്തണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതാണ് സേഫ്. അതുകൊണ്ട് ടോള് കഴിഞ്ഞ് നിർത്തിയേക്കുന്നത്. ഇവിടെ ഒരു വാഷ്റൂമും ഉണ്ട്, നല്ല വാഷ്റൂം എടുത്ത്. അപ്പം നമുക്കെന്നാ ഇവിടെ കിടന്നുറങ്ങാം. വണ്ടി നിർത്തിയേക്കാം. ഓക്കെ, ബെഡൊക്കെ വിരിച്ചോ? നമ്മളിവിടെ അല്ലേ കിടക്കുന്നത്? ഞാനും പൊന്നും ഹാളിലാണ് കിടക്കുന്നത്. അതെ, അമ്മയും അച്ഛയും ദാമിയും അച്ഛമ്മയും കൂടെ റൂമിൽ കിടന്നു. അല്ല, അവർ 3 പേരുടെ ബെഡേ കിടന്നു. വന്നു കൂട്. വാ. അപ്പം ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ.